सर्वेषां नमस्कारः। अद्य एकं सुभाषितं पठामः। शनैरर्थः शनैः पन्थाः शनैः पर्वतमारुहेत् शनैर्विद्या च धर्मश्च വ്യായാമശ്ച ശനൈഃ ശനൈഃ. ഇതിന്റെ പദച്ഛേദം: ശനൈഃ അർത്ഥഃ ശനൈഃ പന്ഥാഃ ശനൈഃ പർവതമാരുഹേത് ശനൈഃ വിദ്യാ ച ധർമ്മഃ ച വ്യായാമഃ ച ശനൈഃ ശനൈഃ. ഇവിടെ സന്ധി വരുന്നത് ശനൈരർത്ഥഃ. അവിടെ വിസർഗത്തിന് രേഫാദേശം വന്നിരിക്കുകയാണ്. പിന്നെ പർവതമാരുഹേ കേവലസന്ധി. ശനൈർവിദ്യ തത്രാപി വിസർഗസ്യ രേഫാദേശം. പുനഃ ധർമ്മശ്ച ധർമ്മഃ അധികം ച തത്ര വിസർഗസ്യ സകാരം ദത്വാ തദനന്തരം ശ്ചുത്വസന്ധി. പുനഃ വ്യായാമഃ ച തത്രാപി വിസർഗം തദനന്തരം ശ്ചുത്വസന്ധി. एवमेव पदच्छेदम्. अर्थं शनैः अर्थः. अर्थः इत्युक्ते धनं. ധനസമ്പാദനം മെല്ലെ പതുക്കെ മാത്രമേ നേടുവാൻ പാടുള്ളൂ. ശനൈഹി പന്ഥാഹ. നമ്മൾ വഴിയിലൂടെ പോകുമ്പോൾ പതുക്കെ മാത്രമേ, മെല്ലെ മാത്രമേ പോകുവാൻ പാടുള്ളൂ. ശനൈഹി പർവതമാരുഹേത്. പതുക്കെ തന്നെയാണ് പർവ്വതത്തിലൂടെ കയറേണ്ടതും. ശനൈർ വിദ്യാച്ച ധർമ്മശ്ച. പതുക്കെ വിദ്യയും ധർമ്മവും ചെയ്യണം. വ്യായാമശ്ച ശനൈഹി ശനൈഹി. വ്യായാമവും എങ്ങനെയാവണം? ശനൈഹി ശനൈഹി. അസ്തു. എതസ്യ ഭവതി ഇതി ക്രിയാപദമേവ തത്ര അധ്യാഹാരരൂപേണ തിഷ്ഠതി. ശനൈഃ അർത്ഥഃ सम्पादनीयः भवति. शनैः पन्थाः गन्तव्यः भवति. शनैः पर्वतमारुहेत्. शनैः विद्या सम्पादनीया. धर्मश्च शनैः करणीयः. व्यायामः च शनैः करणीयः भवति. ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പോൾ ഒരൊറ്റ ക്രിയാപദമേ ഉള്ളൂ, ആരുഹേത് എന്നത്. പക്ഷെ ആ ആരുഹേത് എന്നത് പർവ്വതത്തെ ഉദ്ദേശിച്ചിട്ട് മാത്രമാണ്. ബാക്കിയുള്ള എവിടെയെല്ലാം അതിൻ്റെതായിട്ടുള്ള ക്രിയാപദങ്ങൾ എന്ന് പറഞ്ഞാൽ ഭവതി എന്ന് തന്നെയാണ് ബാക്കിയുള്ള സ്ഥലത്തെല്ലാം ക്രിയാപദം വരുന്നത്. ഓക്കെ. പിന്നെ ശനൈഹി എന്നുള്ളത് എല്ലാ ഭാഗത്തും അവ്യയമാണ്. ഓക്കെ. പിന്നെ അർത്ഥഃ ഏതായിരിക്കും? പ്രഥമ വിഭക്തി പുല്ലിംഗഃ ഏകവചനം. പന്ഥാഹ എന്നതും പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചനം. പർവതം പർവതഃ എന്നാണ്, അതിന്റെ ദ്വിതീയ വിഭക്തിയാണ് പർവതം. പിന്നെ വിദ്യ ആകാരാന്ത സ്ത്രീലിംഗമാണ്, പ്രഥമ വിഭക്തി ഏകവചനം. ധർമ്മഃ എന്തായിരിക്കും? അകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചനം. വ്യായാമഃ അകാരാന്ത പുല്ലിംഗ പ്രഥമ വിഭക്തി ഏകവചനം. ഓക്കെ. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് വിദ്യയായാലും പതുക്കെ, അതേപോലെ തന്നെ വഴിയിലൂടെ നടക്കുമ്പോഴും പതുക്കെ, ധനസമ്പാദനം പതുക്കെ, വ്യായാമകരണം പതുക്കെ, അതേപോലെ തന്നെ വിദ്യയും ധർമ്മവും പതുക്കെ മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ. ഓക്കെ. ധന്യവാദ.